ഇവിടെ എവിടുന്ന ജനങ്ങൾ വരുന്ന അറിയുന്നില്ല. കണ്ട നിങ്ങൾ ഈ കൊടിമരം, ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട്. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും. അങ്ങനെ ഞാനിവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളിന്റെ വീടിന് മുറ്റത്തുണ്ടാവും. അങ്ങനെ ഞാൻ മണിക്കൂർ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും. കുറച്ച് ചോറുണ്ടേ, ഞാനത് വെച്ച് കൊടുത്ത്. സംഭവം എന്താണെന്നില്ല നമുക്ക് മനസ്സിലായില്ല. വന്ന് കൊത്തി കൊത്തി നോക്കി ഞാൻ. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? അത് നിങ്ങൾക്ക് അറിയറ്റ, ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുണ്ട്. തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടിയാണ്. അപ്പൊ എന്താണ്, ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി. അങ്ങനെ എന്താക്കി മിനിങ്ങാണ് ഇത് കെട്ടി. അതിനുശേഷം ആ കാക്ക രണ്ടുപടെ വന്നിട്ടില്ല. ഇതിന് ഫലമുണ്ട്. അതൊരു ആരാധന വസ്തുവല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാധന വസ്തുവല്ല, ഓക്കെ ശരി. പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ. അത് ഞാൻ അറിയില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന ആ മറുപടി കൃത്യമായ മറുപടി. എന്തിനാടാ വടി കൊടുത്ത് അടി മേടിക്കുന്നത്? ഞങ്ങൾ എനിക്ക് സ്നേഹമുണ്ട്. ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ വേറെ കാര്യമുണ്ട്, തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത്. ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പൊന്നു തങ്ങളെ കഷ്ടപ്പെടുന്ന വീർപ്പൊഴുക്കുന്ന പൈസ. അതൊന്നും എനിക്ക് പ്രശ്നമില്ല, കാരണം അബീബായ മുത്തനബിക്ക് ചെറിയ കേട്ടിട്ടില്ല. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെങ്ങന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ഇരുന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ വിജയം. നമ്മൾ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഒന്നും പറച്ചില്ല കേട്ടോ, തെറ്റിയതല്ല കേട്ടോ. നിന്നൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാന് താർത്തേനെ. ട്രോളന്മാർക്ക് ട്രോളാക്കാൻ നമ്മുടെ അവസരം ഉണ്ടായി കൊടുക്കുക കേട്ടോ. തനിക്ക് എന്താ വയ്യേ? എന്താ തനിക്ക്? താൻ എന്താ ഊക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശബ്ദം അടുത്തിറങ്ങിയ ജന്മാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആറ്റക്കോയ തങ്ങളെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുകൾ കാണാൻ തുടങ്ങുന്ന അനുസരിച്ച് എനിക്ക് ഈ തെറികളും കിട്ടാൻ തുടങ്ങി. നമ്മുടെ തങ്ങളെ കുറ്റം പറയാൻ നീ ആരാടാ? മറ്റുള്ള ആൾക്കാരെ പറയുന്ന പോലെ അല്ല, തങ്ങളുപ്പാപ്പാനെ പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. പോലെ വിഷമിപ്പിച്ചാൽ, പ്രത്യേകിച്ച് ഉസ്താദിന്റെ ഭാഷ പറഞ്ഞ പോലെ വേട്ടയാടിയാൽ പടച്ചോൻ പണി കൊടുക്കുന്നതാണ്. ഈ മജ്‌ലിസിനെ ആരൊക്കെ വേട്ടയാടിയിട്ടുണ്ടോ അവർക്കൊക്കെ റബ്ബ് പണി ഇങ്ങനെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാ. ഒരാൾ ഒരു ഉസ്താദ് വല്ലാതെ വേട്ടയാടി എല്ലാവർക്കും ഉള്ള പണി കൊടുത്ത് തുടങ്ങി. ഇത്ര പേരാണ് പൊരുത്തപ്പെടി നാളെ പറഞ്ഞില്ല എത്ര ആളാണ്. നമ്മൾ ഒരുപാട് വേട്ടയാടി. ഒരാള് തലക്ക് ട്യൂമർ വന്നിട്ട് സുബ്ഹാനല്ലാഹ് തലക്ക് ട്യൂമർ വന്ന് കിടക്കുന്നുണ്ട്. തങ്ങൾ പാപ്പ അങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. നല്ലൊരു കണ്ണട വാങ്ങി ആരെങ്കിലും പ്രേമിക്കുക വിചാരിച്ചിട്ട് അതുമില്ല. എന്താടാ ഇത്, രാവിലെ അത് ഒലിപ്പിച്ചു തുടങ്ങിയോ? നമ്മളെ കാര് പ്രേമിച്ചാണ്, വയസ്സായി മുടി നരച്ച്. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? ഞാൻ ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ ഞാൻ പ്രണയിക്കാം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. മുത്തശ്ശോട് ചൂടാവണ്ട, കൊതുകിനുമില്ലേ ക്രിമികടി. നിങ്ങളിങ്ങനെ ഇന്ന് അവന്റെ കുടുംബം തകർന്നു പറഞ്ഞ് നീട്ടി പിടിക്കണ്ടല്ലോ. ആ നീട്ടി പിടിക്കുന്ന വിരല് ചൂണ്ടാണി വിരലല്ലേ? ഉസ്താദ് ഇപ്പം മോതിരിട്ടിട്ടില്ലേ? ഈ വിരല് അങ്ങനെ ഈ വിരലിൽ മോതിരിടാൻ പറ്റുമോ ഉസ്താദെ? തങ്ങൾ പാപ്പ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഉസ്താദ് ഇപ്പം മോതിരിട്ടിട്ടുള്ള ഈ വിരലിൽ മോതിരിടാൻ പറ്റുമോ എന്നാണ് എൻ്റെ സംശയമാണ്, മതപരമായിട്ടുള്ളൊരു സംശയം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. കളിക്കട